രണ്ട് സ്പേസുകളാണുള്ളത്. ഒന്ന് നമ്മുടെ സാധാരണ എല്ലാവർക്കും അറിയുന്ന രീതിയിൽ ഈ ടെറസ്ട്രിയൽ സ്പേസ് എന്ന് പറയും. ഇവിടെ ജനിച്ചു വീഴുന്ന കുട്ടികൾ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സൈബർ സ്പേസിലാണ്. ഈ സൈബർ സ്പേസും ടെറസ്ട്രിയൽ സ്പേസും തമ്മിൽ വലിയൊരു അന്തരം കണ്ട് ചില കാര്യങ്ങൾ ടെറസ്ട്രിയൽ സ്പേസിലേ നടക്കുള്ളൂ, സൈബർ സ്പേസിലേക്ക് അതിനെത്തിക്കാൻ സാധ്യമാവില്ല എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ല. ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ ബ്ലൂ വെയിൽ ഗെയിമുമായി ബന്ധപ്പെടുത്തി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അതിൽ എത്രത്തോളം ആധികാരികത റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് നടന്നിട്ടുണ്ടെന്ന് പഠിക്കേണ്ട വിഷയമാണ്. ഏതായിരുന്നാലും അതുമായി ബന്ധപ്പെട്ട് ഇത്തരം ഗെയിമുകൾ, സൈബർ സ്പേസിലെ ഇടപെടലുകൾ കുട്ടിയെ എവിടെയാണ് തെറ്റിക്കുന്നത് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടിയുടെ മെൻ്റൽ ഒരു സൈക്കോളജിക്കൽ ബീയിങ് ഇപ്പോൾ ഉൾക്കൊള്ളുന്നത് സൈബർ സ്പേസിലാണ്. റീൽസിൻ്റെയും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെയും ഐഡൻറ്റിറ്റിയിൽ കുടുങ്ങിക്കിടക്കുന്ന നമ്മുടെ കുട്ടികൾ ടെറസ്ട്രിയൽ സ്പേസിൽ വലിയൊരു ബീയിങ്, ഒരു ഐഡൻറ്റിറ്റി അവനുണ്ട് എന്നുള്ളത് മറന്നു പോവുകയോ അല്ലെങ്കിൽ സൈബർ സ്പേസ് ആ രീതിയിലേക്ക് അവനെ മാറ്റിയിട്ടുണ്ട്. കുട്ടി ഗെയിം കളിച്ചൊരു ഘട്ടത്തിലെത്തുമ്പോൾ കുട്ടിയുടെ അടുത്ത ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് സ്വന്തം ജീവൻ കളയുക എന്നുള്ളതാണ്. ഈ പാവപ്പെട്ട കുട്ടിക്ക് മനസ്സിലാകുന്നില്ല, അവൻ്റെ മനഃശാസ്ത്രത്തിന് അവൻ എത്തിക്കാൻ പറ്റുന്നില്ല എന്ത്, സൈബർ സ്പേസിൽ മരിക്കാൻ കഴിയില്ല എന്ന്. വളരെ വിശ്വവിഘാതനായിട്ടുള്ള ഈ സൈബർ സ്പേസുമായിട്ട് എഴുതുന്ന ഒരു റൈറ്ററാണ് എസ്തർ ഡൈസൺ. ഇന്നിപ്പോൾ ഹയർ സെക്കൻഡറിയിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, കോൺസെപ്ച്വൽ ഫ്രൂട്ട് എന്ന് പറയുന്നൊരു ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ വളരെ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഒരു കഥാപാത്രം. ആ കുട്ടിയുടെ അച്ഛൻ ഒരു വീട് നിർമ്മിക്കുകയാണ് സൈബർ സ്പേസിൽ. ഇതാണ് വീട്, ഇത്ര റൂമുകളുണ്ട്, ഓരോ വീടിലും ഓരോ റൂമിലും ഓരോ ബൗൾസ്, ആ ബൗൾസ് നിറയെ നിനക്ക് വേണ്ട ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ് കുട്ടിയെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ കുട്ടിയോട് പറയുന്നുണ്ട്, ദിസ് ഈസ് യുവർ ടോയ്ലറ്റ്, ദിസ് ഈസ് യുവർ കംഫർട്ട് സ്റ്റേഷൻ, ഓർ ദർ യു ക്യാൻ യൂസ് യുവർ അതർ ഫെസിലിറ്റീസ്. അപ്പോൾ കുട്ടി ചിരിച്ചു പറയുന്നുണ്ട്, എനിക്കത് വേണ്ടനോ. അപ്പോൾ കുട്ടി രസകരമായിട്ട് എന്താ അച്ഛൻ ചോദിക്കുമ്പോൾ കുട്ടി പറയുന്നുണ്ട്, അവിടെ എനിക്ക് മൂത്രമൊഴിക്കാൻ പറ്റില്ലല്ലോ, എന്നുള്ള ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ രണ്ട് സ്പേസിലും കടന്ന് നമ്മുടെ കുട്ടികൾ പലപ്പോഴും അധ്യാപകരായ ഞങ്ങൾ, അബൂബക്കർ സാറും അതുപോലെ തന്നെ അബ്ദുല്ലക്കു മാസ്റ്ററൊക്കെ, നമ്മളിപ്പോൾ ഈ പാലക്കാട് ഇൻസിഡൻ്റ് ഒക്കെ നമ്മളിങ്ങനെ വലിയ ബൊംബാസ്റ്റിക് ആയിട്ട് കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ വളരെ ക്രൂഷ്യലായിട്ട് റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് താഴേക്ക് പോകേണ്ടിയിരിക്കുന്നു. കുട്ടികളല്ല കുറ്റക്കാർ.